ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഈ ഒരു പാൽ ചായ ഇല്ലാണ്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവും തലേന്നത്തെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു പാൽ ചായയും. പിന്നെ ഉച്ചയ്ക്ക് അമ്മ നല്ല അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വെണ്ടയ്ക്കും വഴുതിനിയും ഉപ്പേരി. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെണ്ടയ്ക്കും വഴുതിനിയാണ് കേട്ടോ. പിന്നെ ഒരു രസം, അതെന്നെ മതിയല്ലോ. പിന്നെ ഇതാ വൈകിട്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പ്രസാദം കിട്ടി, പിന്നെ ഇതാ കട്ട്ലേറ്റ്. അമ്പലത്തിൽ കട്ട്ലേറ്റ് ആണോ പ്രസാദം എന്ന് അഖിലേട്ടൻ ചോദിച്ച പോലെ ആരും ചോദിക്കാൻ നിൽക്കണ്ട. ഇവിടെ മാസപൂജയ്ക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഓരോരുത്തരെ വകയായിട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം ഗണേഷ് മാമൻ്റെ വകയായിരുന്നു. നല്ല അടിപൊളി കട്ട്ലേറ്റും അതിൻ്റെ കൂടെ നല്ലൊരു ചുക്ക് കാപ്പി. അതൊക്കെ കുടിച്ചപ്പോൾ തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടിയിട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ചോറ് കഴിക്കാൻ ഭയങ്കര മടി. അപ്പോൾ രാത്രി ഞാൻ വീണ്ടും ഒരു പാൽച്ചായ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ നമ്മളുടെ ബ്രെഡ് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ഉപ്പുമാവും. അപ്പം അത്രയാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം.